ഫേവറിസം കാണിച്ച് പല നല്ല കോണ്ടന്റുകളും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ബിഗ് ബോസ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ആരോപണമായി വന്നിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ 2 താരമായിട്ടുള്ള ആര്യ ബെഡായി ആണ്. നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡ് ആയിട്ട് എത്തിയതിൽ DJ സിബിൻ ആര്യയുടെ വളരെ വലിയൊരു കൂട്ടുകാരനാണ്. സ്റ്റാർട്ട് മ്യൂസിക്കിൽ അവർ ഒരുപാട് നാൾ ഒന്നിച്ചുണ്ടായതാണ്. നിങ്ങൾക്കറിയാം ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടി തന്നെയാണ് ഈ പറയുന്നത് സ്റ്റാർട്ട് മ്യൂസിക് ആരാധ്യം പാടും. ദെൻ ഈ ഒരു പരിപാടിയിലൊക്കെ അവർ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. ഈ ഒരു സമയത്ത് ആര്യ വീഡിയോ ചെയ്തതിന്റെ മെയിൻ കാര്യം പവർ ടീമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു ആള് നമ്മുടെ DJ സിബിനാണ്. ഞാൻ അന്ന് ലൈവ് കണ്ട ഒരു വ്യക്തിയാണ്. ലൈവ് കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണും DJ സിബിൻ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഗബ്രിയെയും ജാസ്മിനെയും ഒരുപോലെ തേച്ചൊട്ടിച്ചുകൊണ്ട് ആ ഒരു ടാസ്കിൽ സ്റ്റാറായി മാറിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ 24x7 ലൈവില് നല്ല രീതിയിൽ തന്നെ കാണിച്ചു. DJ സിബിന് അടിപൊളി പരിവേഷം ആ ഒരു ടാസ്കിലൂടെ കിട്ടിയിട്ടുണ്ട്. നല്ല ടോക്കിംഗ് സെൻസ് ഉള്ള വ്യക്തിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 5 വരെ എത്താനായിട്ട് പറ്റിയൊരു മെറ്റീരിയൽ ആണെന്നുള്ള കാര്യം ആ ഒരു ടാസ്കിലൂടെ തന്നെ സിബിൻ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പിസോഡിലേക്ക് വന്ന സമയത്ത് ഇതൊന്നുമില്ല. DJ സിബിൻ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത ആ ഒരു ടാസ്കിന്റെ ഒരു ചെറിയ ഭാഗം പോലും എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാതെയാണ് അന്നത്തെ എപ്പിസോഡ് പുറത്തു വിട്ടത്. ദെൻ ഇത് ആര്യ കണ്ടു. ആര്യക്ക് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. DJ സിബിൻ അടിപൊളിയായിട്ട് ടാസ്ക് ചെയ്തു. അന്നത്തെ 24x7 കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ആര്യ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആര്യ വിചാരിച്ചു ഇത്രയും നന്നായിട്ട് അവൻ എന്താ ചെയ്തത്, അപ്പോൾ നമുക്ക് എപ്പിസോഡ് കാണാം. എപ്പിസോഡ് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിനകത്തൊന്നുമില്ല. DJ സിബിന്റെ ടാസ്ക് ഇല്ല. അതിന് പകരം മറ്റുള്ളവർ ടാസ്കിൽ പങ്കെടുത്തതും അന്നത്തെ ഈ ടണൽ ടീം ടാസ്ക് വിജയിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എപ്പിസോഡിൽ വന്നുള്ളൂ. DJ സിബിൻ ഇത്ര നന്നായിട്ട് സംസാരിച്ചതും ഗബ്രിയെയും ജാസ്മിനെയും എല്ലാം തേച്ചൊട്ടിച്ചങ്ങ് കൊടുത്തതും ഒന്നും ഈ പറയുന്ന എപ്പിസോഡിലില്ല. എഡിറ്റ് ചെയ്ത് അങ്ങ് കളഞ്ഞു. പക്ഷെ 24x7 ലൈവിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആര്യ നല്ല രീതിയിലൊരു ആരോപണം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഫേവറിസം കാണിച്ചുകൊണ്ട് പല കോണ്ടന്റുകളും എഡിറ്റ് ചെയ്ത് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരുപാട് പേര് എന്താണ് ഇത് BB+ കണ്ടിട്ടുണ്ട്. BB+ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു. DJ സിബിൻ ഇന്ററാക്ട് ചെയ്യുന്നതും അവരെയൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് പരാജയപ്പെടുത്തുന്നതൊക്കെ BB+ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇതിന് മുന്നത്തെ സീസൺ പോലെയല്ല. BB+ ബിഗ് ബോസ് അതിനുശേഷം തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന പരിപാടി സീസൺ 6 ഇല്ല. നമ്മുടെ സീസൺ 6 9:30 to 10:30 എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സീരിയൽ സംപ്രേഷണം ചെയ്യും. എനിക്ക് തോന്നുന്നു മാളികപ്പുറം എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ഒരു സീരിയലാണ് എപ്പിസോഡിന് ശേഷം ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം 11 മണിക്കാണ് നമ്മുടെ ഈ പറയുന്ന BB+ സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര പേര് ഈ ഒരു ഷോ കാണാനായിട്ട് 11 മണി വരെയും ഇരിക്കും? 9:30 to 10:30 ഫൈൻ, എല്ലാവരും കാണും. ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന എപ്പിസോഡ്. ഈ പറയുന്ന ലൈവ് ഒക്കെ കാണാനായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റണമെന്നില്ല. അതുപോലെ തന്നെ ഈ BB+ എത്ര പേര് കാണും? 11 to 12 മണി വരെയൊക്കെ ഇരുന്ന് ഈ പറയുന്ന BB+ കാണുന്ന ആൾക്കാരെ, ഞാൻ എന്തായാലും BB+ കാണുന്ന ഒരു വ്യക്തിയല്ല. അത് കാണുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ പറയുന്ന ലൈവ് കാണുന്നതുകൊണ്ട് തന്നെ BB+ കാണേണ്ട ആവശ്യമില്ല. എന്നാൽ എപ്പിസോഡ് കാണാറുണ്ട്. BB+ലേക്ക് പോകുന്ന സമയത്ത് അത്രയും നേരം ഉറക്കം ഉളച്ചിരുന്ന് കാണുന്ന വ്യക്തികൾ ഉണ്ടാവില്ല. അപ്പൊ മെയിൻ കോണ്ടന്റുകളൊക്കെ എപ്പിസോഡിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല? ആര്യ പങ്കെടുത്ത ബിഗ് ബോസ് മലയാളം സീസൺ 2 ഈ പറയുന്ന ലൈവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പിസോഡ് മാത്രമാണ് ആളുകൾ കാണുന്നത്. പിന്നെ ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിൽ വരുന്ന ക്ലിപ്സും കാര്യങ്ങളും. BB+ എന്നൊക്കെ പറയുന്നത് അന്ന് ഹോട്ട്സ്റ്റാറിലൊക്കെ വന്നിരുന്ന പരിപാടിയാണ്. BB+ ഒന്നും ആയിരുന്നില്ലെന്ന് തോന്നുന്നു പേര്, എനിക്കറിയില്ല കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നല്ല കോണ്ടന്റുകളെല്ലാം ഈ പറയുന്ന മെയിൻ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്താലേ ആ ഒരു കണ്ടസ്റ്റന്റിന് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുള്ളൂ. എല്ലാവരും കണ്ടിട്ട് ഇവൻ കൊള്ളാം, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഇന്നലെ കയറിയുള്ളൂ, അടിപൊളിയാണ് എന്നൊക്കെ ആളുകൾ വിചാരിക്കണമെങ്കിൽ എന്നിട്ടേ അത് വോട്ടായിട്ട് അവർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ അവർ നല്ല രീതിയിൽ സംസാരിച്ചു, നമ്മൾ ഈ പറയുന്ന റിവ്യൂവേഴ്സ് എല്ലാം വന്ന് റിവ്യൂ ചെയ്തു, ഇതൊന്നും കാണുന്നവരായിരിക്കില്ല. ഈ ബിഗ് ബോസ് കാണുന്ന ഒട്ടനവധി ആളുകൾ, ഈ പറയുന്ന വലിയ ആളുകൾ കാണാറുണ്ട്, ചെറിയ പിള്ളേർ കാണാറുണ്ട്. അവരൊക്കെ ഈ ഒരു ഫോണിൽ 24x7 അതുപോലെ തന്നെ 11 മണിക്ക് ഇരുന്ന് BB+ കാണുന്നവരായിരിക്കില്ല. അവർ ആ എപ്പിസോഡ് കണ്ടിട്ട് പോയി കിടന്നുറങ്ങും. അപ്പോൾ എപ്പിസോഡിൽ ഇതൊന്നും ഇല്ല എങ്കിൽ ആ കണ്ടസ്റ്റന്റിന് എങ്ങനെയാണ് അതിന്റെ ഇമ്പാക്ട് കിട്ടുന്നത്? ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബിഗ് ബോസിന് വേണ്ടിയാണ്. അന്നത്തെ മെയിൻ കോണ്ടന്റ് ആയിരുന്നു സിബിൻ അവരെയൊക്കെ വലിച്ചു കയറി ഒട്ടിക്കുന്നത്. നല്ല രീതിയിൽ ആ ഒരു ടാസ്കിൽ സംസാരിച്ചൊരു വ്യക്തിയായിരുന്നു. എപ്പിസോഡിൽ അതില്ല എന്നുള്ളത് വളരെ സങ്കടം ഉള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ബിഗ് ബോസിനോടുള്ള ഒരു
വലിയ റിക്വസ്റ്റ് ആണ്. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ലൈവിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തള്ളിക്കളയരുത്. ഇതൊക്കെ ഒന്ന് എപ്പിസോഡിൽ ആഡ് ചെയ്യുക. ആ ഒരു കണ്ടസ്റ്റൻസ് എല്ലാവരും ബിഗ് ബോസിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊരു ഇമ്പാക്റ്റ് കിട്ടേണ്ടതും അവർക്ക് ജനശ്രദ്ധ നേടിക്കൊടുക്കേണ്ടതും ഈ ഒരു ബിഗ് ബോസിന്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ